എൻ്റെ ഉമ്മാക്ക് ഞാനൊരു വാഹനമായിരുന്നു, എൻ്റെ ഉമ്മാക്ക് ഞാൻ ഇരിപ്പിടമായിരുന്നു. ഇതുകൊണ്ടൊന്നും ഞാൻ ഉമ്മാക്ക് ചെയ്തു കൊടുക്കേണ്ടത് ചെയ്തായിട്ടില്ലല്ലേ. മഹാന്മാർ മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യുന്നതിന്റെ താരീഫ് ചെയ്തപ്പോ ബിർറുൽ വാലിദൈൻ എന്താണ്, എങ്ങനെ ഉമ്മാക്കുപ്പ നമുക്കൊക്കെ അറിയാം ഉമ്മയും വാപ്പയും വലിയ സംഭവമാണെന്ന്. പക്ഷെ എങ്ങനെ ഉപകാരം ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ ഞാൻ വരാൻ പോകുന്ന ഭാഗങ്ങൾ അതാ. എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും, എന്തൊക്കെ ചെയ്താലാണ്, ഉമ്മ മരിച്ചുപോയി, ആഗ്രഹം ഉണ്ടായിരുന്നു, അന്നൊന്നും ബോധം ഉണ്ടായില്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യുക എന്ന ബിർറുൽ വാലിദൈനിയുടെ താരീഫിൽ മഹാന്മാർ പറയുന്നുണ്ട്. അതിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഉമ്മാക്ക് ഉപ്പാക്ക് ഉപകാരം ചെയ്യൽപ്പെട്ടതാണ് ഹംലുഹാ ഇൻദ ളഅഫിഹാ. ഉമ്മാക്കോ ഉപ്പാക്കോ സ്വന്തമായി എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ കഴിയാതെ വരുമ്പോ അവരെ ബാത്റൂമിലേക്ക്, ബെഡിലേക്ക്, ഹോസ്പിറ്റലിലേക്ക് ചുമന്നു കൊണ്ടുപോകുന്നത് മാതാപിതാക്കളോട് ചെയ്യുന്ന ഉപകാരത്തിന്റെ ഭാഗമാണ്. ഹംലുഹാ ഇൻദ ളഅഫിഹാ. അവർക്ക് വയ്യാണ്ടാകുമ്പോ നമ്മൾ അവരെ എടുത്തു കൊണ്ടുപോകണം. ഉമ്മയെ എടുത്തു കൊണ്ടുപോകാനൊക്കെ ഭാഗ്യം കിട്ടിയ മഹാന്മാരായ ആളുകൾ ഈ സദസ്സിലുണ്ടായിരിക്കാം, ഇത് കേൾക്കുന്നവരിൽ ഉണ്ടായിരിക്കാം. യാ അല്ലാഹ്, അതൊരു വലിയ സൗഭാഗ്യമാണ്. യാ അല്ലാഹ്. ഉമയ്യ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഉമയ്യ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ജാഹിലിയവും ഇസ്ലാമും കിട്ടിയ ആളാണ്. മുഖദറം എന്ന് പറയും ഉമയ്യ. അദ്ദേഹത്തിനൊരു മകനുണ്ട്. മകന്റെ പേര് കിലാബ് എന്നാണ്. കിലാബ് എന്ന പേരുണ്ട. കിലാബ് എന്ന് പറഞ്ഞാൽ നായകൾ എന്നതിന് അർത്ഥം. അന്നൊക്കെ അറബികൾ അങ്ങനെ മൃഗങ്ങളുടെ പേരിടും, പേടിപ്പിക്കുന്ന മൃഗങ്ങളൊക്കെ. കാരണം ഞങ്ങളൊക്കെ ധീരന്മാരാണ് എന്ന് ശത്രുക്കളെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ നമീർ, അസദ്, ഹംസ ഇതുപോലെയുള്ള പേരുകളൊക്കെ, സ്വഹാബിമാരുടെ പേരുകളൊക്കെ ഇടാം. ഇത് കിലാബ് എന്ന് പറയുന്ന താബിഇയാണ്. ഉമർ തങ്ങളുടെ കാലത്തുള്ള ആളാണ്, സ്വഹാബിയല്ല. വാപ്പ സ്വഹാബിയാണ്, ഉമയ്യ. കിലാബ് എന്ന് പറയുന്ന ഉമയ്യയുടെ മകനെ ഉമർ റളിയല്ലാഹു അൻഹു ഐലായുടെ ഗവർണറായിട്ട് നിയമിച്ചു. ഐല എന്ന് പറഞ്ഞത് ഷാമിന്റെ ഭാഗമായ ഒരു പ്രദേശമാണ്. ഐല ഗവർണറാണ്. നല്ല ദീനുള്ള ചെറുപ്പക്കാരനാണ് കിലാബ് എന്നവര്, റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷെ ഒരുപാട് കാലായപ്പോ വാപ്പാക്ക് മോനെ കാണാൻ വല്ലാത്ത ആഗ്രഹമായി. മോനെ വരുന്നില്ലല്ലോ. ഇപ്പൊ ഗൾഫിലൊക്കെ പോയിട്ട് 4-5 കൊല്ലൊക്കെ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും. ഉമ്മയും വാപ്പയും ഒന്ന് കാണാൻ കൊതിയായിട്ട് യാ അല്ലാഹ് വല്ലാണ്ട് വിഷമിച്ചു പോകും. മക്കളെ കാണാൻ കൊതിയാകുമ്പോ മക്കൾ ഉമ്മയും ഉപ്പയെ കാണാൻ വേണ്ടി വരണം. അതിന് നമ്മൾ ചെലവഴിക്കുന്ന ടിക്കറ്റ്, അത് നമ്മൾ ചെലവഴിക്കുന്ന സമയം, അത് പുണ്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്യോഗസ്ഥനായിട്ട് എനിക്കെന്റെ മോനെ കാണാൻ കൊതിയാവുന്നു. നല്ല രസമുള്ള സംഭവമാണത്. എനിക്കെന്റെ മോനെ കാണാൻ കൊതി. അദ്ദേഹം ഒരു കവിത പാടി, രസകരമായൊരു കവിത. ലിമൻ ശൈഖാനി ഖദ് നശദാ കിലാബാ കിതാബല്ലാഹി ലൗ അഖലൽ കിതാബാ أناديه فيعرض في إباء فلا وأبي كلاب ما أصابا إذا سجعت حمامة بطين واد إلى بيضاتها أدعو كلابا تركت أباك مرشعة يداه وأمك ما تسويغ لها شرابا فإنك والتماس الأجر بعدي كباغ الماء يلتمس السرابا. ഉമറേ, എൻ്റെ മോൻ കിലാബ് നിങ്ങളുടെ ഉദ്യോഗസ്ഥനായ ഐലയിലേക്ക് നിയുക്തനായവനാണ്. എൻ്റെ മോൻ കിലാബിനെ കാണാൻ കൊതിയാകുന്നു. എൻ്റെ മോൻ വരുന്നില്ല ഉമറേ. മോനോട് പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു. തറക്ത അബാക മുർശിഅതൻ യദാഹു വഉമ്മക മാ തസ്വീഗു ലഹാ ശറാബാ
മോനെ, നിന്റെ ഉപ്പയുടെ കൈകാലുകൾ വിറക്കുകയാണ്, നിന്റെ ഉമ്മാക്ക് ഒരു വെള്ളം പോലും തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല മോനെ നിന്നെ കാണാതെ. മോനെ, നിന്റെ വാപ്പയായ ഞാനും നിന്റെ ഉമ്മയും മരണപ്പെടുകയാണെങ്കിൽ, ഞങ്ങളുടെ മരണശേഷം നിനക്ക് പുണ്യം വേണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ മോനെ, അത് മരീചികയിൽ വെള്ളം തേടുന്നവനെ പോലെയാണ്. കിട്ടൂല മോനെ. ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിനെ കാണാൻ കിട്ടാണ്ട് മരിച്ചു പോയിട്ട് പിന്നെ വാപ്പാന്റെ കബറിങ്ങ വന്ന് കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല മോനെ, നിന്നെ കാണാൻ കൊതിയാവുന്നു മോനെ എന്നിട്ട് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന് അലിവ് വന്നു. ഉമർ തങ്ങൾക്ക് വേദനയായി. ഒരു പിതാവ് മോനെ കാണാൻ വേണ്ടി കാണിക്കുന്ന ഒരു വെപ്രാളം. ഉമർ എന്നവർ കത്തെഴുതി കിലാബിന്, കിലാബേ നിങ്ങൾ ഐലയിൽ നിന്ന് തിരിച്ചു വരണം. തിരിച്ചു വന്നു. ഉമർ എന്നൊരു കത്ത് കിട്ടിയപ്പോ ഈ മോന് വന്നു. വാപ്പയെ കാണിച്ചു കൊടുത്തില്ല. വാപ്പയോട് വാപ്പയുടെ വിവരം പറഞ്ഞു. കിലാബേ, നിന്റെ പിതാവിന് നിന്നെ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. നീ നിന്റെ ഉപ്പാക്ക്, അപ്പൊ ഈ കവിത ചൊല്ലിക്കൊടുത്തു ഉമർന്നവർ. നിന്റെ വാപ്പ പാടിയ പാട്ടാണിത് എന്ന് പറഞ്ഞു. ഉമർന്നവർ ഈ പാട്ടങ്ങ് ചൊല്ലിക്കൊടുത്തു. നീ നിന്റെ വാപ്പാക്ക് എന്താ ചെയ്തു കൊടുത്തിരുന്നത്? ഞാൻ ഇന്ന് രാവിലെ എൻ്റെ കൈ കൊണ്ട് പാല് കറന്ന് എൻ്റെ ഉപ്പാക്ക് കുടിക്കാൻ കൊടുക്കും. അത് ഞാൻ എൻ്റെ കൈ കൊണ്ട് കറന്നിട്ടാ കൊടുക്കുക. എന്നാ പിന്നെ കാര്യം ചെയ്യേ, നീ ഒരു കപ്പ് പാല് ഒന്ന് കറന്നിട്ട് വാ, വാപ്പ കാണണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പയൊക്കെ ഉറങ്ങിയ നേരത്ത് വീട്ടിലെ ഒട്ടകത്തിന്റെ പാല് കറന്നിട്ട് ഉമർ തങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്തു. കിലാബ് എന്നവര്. ഉമർ തങ്ങൾ വാപ്പയെ വിളിച്ചു. കിലാബിനോട് പറഞ്ഞു, നീ വിളിച്ചിരിക്കും, വാപ്പയുടെ മുമ്പിലേക്ക് വരല്ലേ. വാപ്പയുടെ മുമ്പിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു വാപ്പയായ ഉമയ്യ റളിയല്ലാഹു അൻഹുവിനോട്, ഉമയ്യ, എന്തൊക്കെയുണ്ട് വിവരം? ഞാൻ പറഞ്ഞ പോലെ തന്നെ മോനെ കാണാൻ ആഗ്രഹമുണ്ട്, മോനെ കാണാൻ കിട്ടുന്നില്ല. എന്തേലൊക്കെ കുടിക്കണ്ടേ? ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നു. ആ പാല് ഇങ്ങോട്ട് കുടിക്കുമ്പോ ഇയാള് പറഞ്ഞു, ഇന്നീല അശുമ്മു റായിഹത യദൈ കിലാബ്. ഉമറേ, എന്റെ മോൻ കിലാബിന്റെ കൈകളുടെ മണമുണ്ടല്ലോ ഈ പാലിന്. അയാൾ കണ്ടിട്ടില്ല മോൻ വന്നത്, പക്ഷെ പാല് കുടിച്ചപ്പോഴേക്ക് ഓർമ്മ വന്നു. വാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം അതാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖമീസ് ഈജിപ്തിൽ നിന്ന് കൻആനിലേക്ക് പുറപ്പെടുമ്പോൾ മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞുവല്ലോ, ഇന്നീല അജിദു റീഹ യൂസുഫ്. യൂസുഫ് നബിയുടെ ആ ഒരു സുഗന്ധം എനിക്ക് അനുഭവപ്പെടാൻ കഴിയുന്നു. മക്കൾ പറഞ്ഞു, വാപ്പാ, യൂസുഫൊക്കെ മരിച്ചിട്ട് കാലം എത്രയായി, നിങ്ങൾ ഈ പിച്ചും പേയും പറയൽ നിർത്തിയിട്ടില്ലേ? ഇല്ല മക്കളെ, എനിക്ക് എൻ്റെ യൂസുഫിന്റെ മണം വരുന്നുണ്ട്. അപ്പോഴാ യൂസുഫ് നബിയുടെ ഖമീസ്, വാപ്പയുടെ കണ്ണുപോയ കണ്ണ് തിരിച്ചു കിട്ടാൻ മുഅ്ജിസത്തായി അല്ലാഹു നൽകുന്ന അത്ഭുതമായിരുന്നു അത്. ആ ഖമീസുമായി ഈജിപ്തിൽ നിന്ന് ആള് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും പറഞ്ഞു, എന്റെ യൂസുഫിന്റെ മണം വരുന്നുണ്ട്. ആയിരക്കണക്കിന് കിലോമീറ്റർ ഇനി യാത്ര ചെയ്യാനുണ്ട് കൻആനിലേക്ക് എത്താൻ. നമ്മൾ ഈജിപ്തിൽ നിന്ന് ബസ് കയറിയാൽ തന്നെ ഫലസ്തീനിലെത്തണമെങ്കിൽ ഒരു 18-20 മണിക്കൂറുള്ളൂ ഫലസ്തീനിലെത്താൻ. അവിടുന്ന് ഫലസ്തീൻ മുഴുവൻ ക്രോസ് ചെയ്യണം, ഒരു 6-7 മണിക്കൂർ അതെടുക്കും. അത് കഴിഞ്ഞിട്ട് ജോർഡാനിൽ കടന്നിട്ട് വീണ്ടും ഒരു 10 മണിക്കൂറെങ്കിലും 8-10 മണിക്കൂറിന്റെ അടുത്ത് വീണ്ടും യാത്ര ചെയ്യണം മദീനയിലേക്ക് എത്തണമെങ്കിൽ. ഈജിപ്തിൽ നിന്ന് വിട്ടപ്പോഴേക്കും, അതായത് ഇന്നത്തെ സ്പീഡ് പോകുന്ന ഈ റോഡുള്ള കാലം, അന്നത്തെ യാത്രയല്ല. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോഴേക്കും യാക്കൂബ് നബി, എന്റെ യൂസുഫിന്റെ മണം വരുന്നു. ഉമയ്യ എന്നവര് പാല് കുടിച്ചം പറഞ്ഞു, ഉമറേ, എന്റെ കിലാബിന്റെ കയ്യിന്റെ ഒരു മണമുണ്ടല്ലോ ഈ പാലിന്. ഉമർ എന്നവരിങ്ങ ചിരിച്ചു റളിയല്ലാഹു അൻഹു, സന്തോഷം കൊണ്ട്. പിന്നെ ഉമർ എന്നവർ കരയാ ഉണ്ടായത്. പിന്നെ അങ്ങ് കരഞ്ഞു, യാ അല്ലാഹ്, ഇങ്ങനെ സ്നേഹമുള്ള വാപ്പവും മക്കളുണ്ടോ? എന്നിട്ട് പറഞ്ഞു, കിലാബ് അവിടെ ഇരിക്കുന്നുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി, ഉഖ്റുജി യാ കിലാബ്, കിലാബേ ഇങ്ങോട്ട് വരിൻ. ഹാദാ കിലാബ് ഇബ്നുക് ഉമയ്യ, നിങ്ങളുടെ മകൻ കിലാബാണിത്. വാപ്പയും മോനും കെട്ടിപ്പിടിച്ചു. ഉമർ എന്നവർ പറഞ്ഞു, ജാഹിദ് ഫീ അബവൈക, കിലാബേ, നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി നിങ്ങൾ സേവനം ചെയ്ത് ജീവിക്കുക. അതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മസമരം. ഇനി എന്റെ ജോലിക്ക് നിങ്ങൾ പോവണ്ട, ഇനി നിങ്ങൾ ഗവർണറായി ജോലി ചെയ്യണ്ട, മദീനയിൽ നിന്നേക്കണം, നിങ്ങളുടെ ഉമ്മയെ ഉപ്പയെ സന്തോഷിപ്പിച്ചേക്കണം. റളിയല്ലാഹു തആല അൻഹു. ഓരോരുത്തരും അവരവരുടെ വാപ്പമാരെ നോക്കിയ ചരിത്രം, സ്വഹാബിമാരുടെ ചരിത്രം എടുത്ത ഒരുപാട്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവരെ നോക്കിയത്,
അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് എന്നവരെ, അംർ ഇബ്നുൽ ആസ് എന്ന വാപ്പയെ നോക്കിയത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, സിദ്ദീഖ് തങ്ങളെ നോക്കിയത് ജാബിർ റളിയല്ലാഹു അൻഹു, വാപ്പയായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിനെ നോക്കിയത് സഅദ് ഇബ്നു ഉബാദ തങ്ങളെ മകൻ ഖൈസ് ഇബ്നു സഅദ് എന്നവരെ നോക്കിയത് അലി തങ്ങളെ, ഹസൻ ഹുസൈനാർ മക്കളെ നോക്കിയത് സുബൈർ എന്നവരും അവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരും ഉള്ള ബന്ധം, അബ്ബാസ് എന്നവരും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും ഒരുപാട് ഭയങ്കരമാണ്. എന്താണ് ഉമ്മയെ വാപ്പയെ നോക്കിയാൽ കിട്ടാൻ പോകുന്നത്? ഇതൊന്നും ന്യൂ ജനറേഷൻ അറിയില്ല. ഇതൊക്കെ സ്കൂളിൽ പഠിപ്പിക്കും. ഒരു ഡിപ്ലോമ കോഴ്സിൽ ഇതൊന്നും പറയില്ല. അതൊക്കെ പഠിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കിതാബും ദീനും പഠിക്കണം. ഉമ്മയെ വാപ്പയെ നോക്കി എന്താ കിട്ടാൻ പോകുന്നത്? ഒന്ന്, ദുആക്ക് ഉത്തരം ഉണ്ടാവും. ഉമ്മയും വാപ്പയും ദുആ ചെയ്താൽ അതിന് ഉത്തരമുണ്ട്. അതിന്റെ ഉദാഹരണമാണ് ഗുഹയിൽ കിടന്ന 3 ആളുകൾ. ചരിത്രം നമുക്കറിയാം. സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്നത്. റിയാദുസ് സ്വാലിഹീൻ അടക്കമുള്ള നമ്മുടെ ഹദീസിന്റെ, നമുക്ക് സാധാരണക്കാർക്ക് വായിക്കാൻ പറ്റുന്ന ഹദീസ് ഗ്രന്ഥം ഇമാം നബവി തങ്ങളുടെ റിയാദുസ് സ്വാലിഹീൻ വരെയുള്ള ചരിത്രം അല്ലേ. ഗുഹാമുഖത്ത് വന്നു, പാറ അടഞ്ഞു വന്നു, പാറ നീങ്ങിപ്പോകുന്നില്ല. 3 പേരും തവസ്സുൽ ചെയ്ത് ദുആ ചെയ്തു. അവരവർ ചെയ്ത അമലുകളെ മുൻനിർത്തിയിട്ട് അല്ലേ, ചരിത്രം ഓർമ്മയുണ്ടല്ലോ. അതിൽപ്പെട്ട ഒരാൾ എന്താ പറഞ്ഞത്? അല്ലാഹുവേ, എനിക്ക് പ്രായമായ ഉമ്മയും ഉപ്പയുമുണ്ട്. എന്റെ മക്കളോ ഞാനോ എന്റെ ഭാര്യയോ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് എന്റെ മാതാപിതാക്കളെ ഞാൻ ഭക്ഷിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആടുകളെ മേച്ചു നടന്ന് നേരം വൈകുന്നേരം ഞാൻ എൻ്റെ പാലുമായി വന്നപ്പോ എൻ്റെ ഉമ്മ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അല്ലാഹുവേ, നിനക്കറിയുമല്ലോ. ആ ഉമ്മയെ പാല് കുടിപ്പിക്കാൻ നോക്കുമ്പോ ഉമ്മ ഉറങ്ങിക്കിടക്കുകയാണ്. ഉറങ്ങുന്ന ഉമ്മയെ ഉണർത്തുന്നത് അദബുകേടാണ്. ഇതൊന്നും പല കുട്ടികൾക്കും അറിയില്ല. ഉറങ്ങുന്ന ഉമ്മാനെ പോയി വിളിക്കും, ഉറങ്ങുന്ന വാപ്പായെ പോയി ഡിസ്റ്റർബ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഉറക്കൊച്ച വെച്ച് കളിക്കും. മക്കൾക്ക് അറിയുന്നില്ല ഇതൊക്കെ അദബുകേടാണ്. ഉറങ്ങുന്ന ഉമ്മയെ ഉപ്പയെ വിഷമിപ്പിക്കാൻ പാടില്ല.